ക്രിസ്മസിന് പിന്നാലെ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയതായി ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നിതാ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് കൂടി ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ വൈകുന്നതെന്ത് എന്ന് ചോദിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്ന, ഹൂതികളുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കെല്ലാം പിന്തുണയും നൽകുന്ന, പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന് എല്ലാ തരത്തിലുമുള്ള വെള്ളവും വളവും നൽകി വളർത്തുന്ന ഇറാനെ ആക്രമിക്കുന്നതാണ് നല്ലതെന്ന് കഴിഞ്ഞ ദിവസത്തെ സെക്യൂരിറ്റി മീറ്റിങ്ങിൽ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു. മൊസാദിന്റെ തലവൻ, ഷിൻബെറ്റിന്റെ തലവൻ ഒക്കെ തന്നെ ഈ അഭിപ്രായമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ വെച്ചത്. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ലഭിച്ച സാഹചര്യത്തിലാണ് ഇറാനെതിരെ വമ്പൻ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ക്രിസ്മസ് രാത്രി കഴിഞ്ഞാൽ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയുള്ള ആക്രമണമായിരിക്കും ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുക. രാസായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിമാരകമായ ആക്രമണം ഇറാനിലേക്ക് നടത്താനാണ് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഹൂതികൾ കഴിഞ്ഞ മണിക്കൂറിൽ മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത്. ഒരാഴ്ചക്കിടയിൽ 3 മിസൈലുകൾ. 3 മിസൈലുകളും ലക്ഷ്യം വെച്ചത് ടെൽ അവീവിനെയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനെയാണ്. 2 മിസൈലുകളെ വളരെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം വിജയിച്ചു. എന്നാൽ രണ്ടാമതയച്ച ബാലിസ്റ്റിക് മിസൈൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് പറന്നിറങ്ങി അത് ടെൽ അവീവിന് സമീപത്തുള്ള ഒരു തുറസായ പാർക്കിൽ വീണു. ആ സമയം അപായ സൈറണുകൾ മണിക്കൂറുകൾ മുഴങ്ങിക്കേട്ടു. ഇതിനു മുൻപ് തന്നെ ആളുകൾ മറ്റ് ബങ്കറുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും മാറിയിരുന്നു. എങ്കിലും ഈ തിക്കിലും തിരക്കിലും പെട്ട് 16-ലധികം പേർക്ക് പരിക്കേറ്റു. പലരുടെയും പരിക്ക് ഗുരുതരമാണെന്നും ഇസ്രായേലിൻ്റെ ആരോഗ്യ മന്ത്രാലയം പിന്നീട് വെളിപ്പെടുത്തി. അപ്പോൾ നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിലൂടെ അല്ലാതെ പോലും ഇസ്രായേലിനുള്ളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് കഴിഞ്ഞു. ആദ്യത്തെ മിസൈല് ടെൽ അവീവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് കേന്ദ്രമാക്കിയായിരുന്നു, ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികൾ തൊടുത്തുവിട്ടത്. ആ മിസൈലിനെയും ഇന്റർസെപ്റ്റർ നിർവീര്യമാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ നിരന്തരം പരിശ്രമിക്കുകയാണ് ഹൂതികൾ. കാരണം ഇറാൻ്റെ ഒപ്പം ഇപ്പോൾ ഹൂതികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇറാൻ്റെ എല്ലാ പ്രോക്സികളെയും ഇതിനകം തന്നെ ഇസ്രായേൽ നിർവീര്യമാക്കി. ഹമാസിന് ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഹമാസിൻ്റെ ഊർദ്ധശ്വാസമാണ് ഗാസയിൽ അവർ വലിക്കുന്നത്. മറുഭാഗത്ത് ഹിസ്ബുള്ളയാകട്ടെ ആയുധങ്ങളില്ലാതെ താണുകേണ് കരഞ്ഞുകേണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിപ്പോൾ അടങ്ങിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ വമ്പൻ ആയുധ ശേഖരങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. സിറിയയിൽ ആഭ്യന്തര കലഹം, അതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ആക്രമണം, ആകെ സിറിയയും കലുഷിതമാണ്. ഇനി അവശേഷിക്കുന്നത് ഹൂതികളും പിന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസുമാണ്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇപ്പോൾ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നില്ല, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നില്ല. കാരണമുണ്ട്. വമ്പൻ മുന്നറിയിപ്പാണ് ഇറാഖ് ഭരണകൂടത്തിന് ഇസ്രായേൽ നൽകിയത്. ഏതെങ്കിലും തരത്തിൽ ഇറാൻ അനുകൂലമായൊരു നിലപാട് ഇറാഖ് ഭരണകൂടം സ്വീകരിക്കുകയാണെങ്കിൽ നേരിട്ടുള്ള ആക്രമണമായിരിക്കും ഇസ്രായേൽ നടത്തുക. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ കരുത്ത് എന്ത് എന്ന് കൃത്യമായി ഇറാഖിനറിയാം. അതുമാത്രവുമല്ല, അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഏത് നിമിഷം വേണോ ഇറാഖിലേക്ക് ഒരു ആക്രമണം നടത്താൻ സന്നദ്ധരായി കാത്തിരിക്കുകയാണ്. ഒരു അവസരം കിട്ടിയാൽ മാത്രം മതി, ഒരു കാരണം കിട്ടിയാൽ മാത്രം മതി. ഇത് മനസ്സിലാക്കി ഇറാഖ് അല്പം പതുങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കുന്നില്ല. ആകെ ഇറാനു വേണ്ടി ചാകാനും മരിക്കാനും തയ്യാറായി നിൽക്കുന്നത് ഹൂതികളാണ്. ആ ഹൂതികളാകട്ടെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു, അത് ഇസ്രായേലിന് നേരെ തൊടുക്കുന്നു. അല്ലാതെ അവർക്ക് മറ്റൊരു പണിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിലാണ് എന്തിനാണ് ഹൂതികൾക്ക് നേരെ മാത്രം ആക്രമണം നടത്തി സമയം വേസ്റ്റ് ആക്കുന്നത് എന്നാണ് മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഒക്കെ തലവന്മാർ ചോദിക്കുന്നത്. നമുക്ക് നേരിട്ട് ഇറാനെ ആക്രമിക്കാം. ഇറാൻ്റെ ആയുധങ്ങളാണല്ലോ ഇസ്രായേലിന് നേരെ ഹൂതികൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ ആയുധങ്ങളുടെ ഉറവിടം തന്നെ നമുക്കങ്ങ് അടിച്ചു തകർക്കാം. ഇറാനെതിരെ കൃത്യമായ ഒരു ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെ പൂർണ്ണമായും നിലയ്ക്ക് നിർത്താമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ട്. 2 തവണയാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത്. അതിൽ രണ്ടാമത്തെ ആക്രമണം ഒക്ടോബർ മാസം 26-ാം തീയതി നടന്ന ആക്രമണം. അത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആകമാനം തകർത്തു. ഇറാൻ്റെ സൈനിക ശേഷിയെ ഛന്ന ഭിന്നമാക്കി. ഇറാൻ്റെ
ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളെ, റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ച് തകർത്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ബേസ് ക്യാമ്പുകളെ ആക്രമിച്ചു. എന്നിട്ട് ആ ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യമാണ് ഏറെ പ്രസക്തം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാമായിരുന്നു, ഇറാൻ്റെ ആണവ പരീക്ഷണശാലകൾ ആക്രമിക്കാമായിരുന്നു, എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ആക്രമിക്കാമായിരുന്നു. ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറായില്ല. കാരണം ഇതുകൊണ്ട് ഇറാൻ അവസാനിപ്പിച്ചാൽ ഇറാന് നല്ലത്. ഇനിയും ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വരരുത്. ഞങ്ങളുടെ നീണ്ട കൈ ലോകത്തെവിടെയാണ് ഞങ്ങളുടെ ശത്രുവെങ്കിലും ആ ശത്രുവിൻ്റെ കഴുത്തു ജരിക്കാൻ പര്യാപ്തമായതാണ്, അതിനുള്ള കരുത്തുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ ചൊറിയാൻ നിൽക്കരുത് എന്ന് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു നല്ല ഭാഷയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ഇറാൻ വീണ്ടും നേരിട്ടും അല്ലാതെയും ഒക്കെ ഇസ്രായേലിനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആയുധങ്ങൾ ആവശ്യത്തിലധികം നൽകിക്കൊണ്ട് എല്ലാ ഇസ്ലാമിക ഭീകരന്മാരെയും കൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ്. സഹികെട്ടിരിക്കുന്നു ഇസ്രായേൽ. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനിയും മിണ്ടാതിരുന്നാൽ ഇറാൻ ഇനിയും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെ അങ്ങ് ആക്രമിച്ച് തീർക്കാനുള്ള വമ്പൻ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനുവരി മാസം 20-ന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ്. ട്രംപ് വിജയിച്ച ശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ അധികാരമേറ്റാൽ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും. താൻ അധികാരമേറ്റ ശേഷം ഒരു യുദ്ധവും ലോകത്ത് നടക്കില്ല. അപ്പോൾ ഈ ട്രംപ് ജനുവരി 20-ന് അധികാരമേറ്റ ശേഷം ഇറാനെ ആക്രമിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അടക്കം അനുഗ്രഹാശിസുകളോടുകൂടി ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇറാനിലേക്ക് ഒരു വമ്പൻ പടയൊരുക്കം, ഒരു മാസീവ് അറ്റാക്ക്, ഒരു മാരകമായ ആക്രമണം, ഒരു മാരകമായ പ്രഹരം. അതിന് രാസായുധമാണോ അല്ലെങ്കിൽ അണുവായുധമാണോ അല്ലെങ്കിൽ രാസായുധത്തേക്കാൾ അണുവായുധത്തേക്കാൾ പവർഫുൾ ആയിട്ടുള്ള രഹസ്യായുധങ്ങളാണോ ഇസ്രായേൽ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം ഉടനെന്ന സൂചനകളാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്.